ഗോൾഡൻ ഡയമണ്ട്സ് എ ഡേ വിത്ത് എ സ്റ്റാറിൻ്റെ ഈ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇത്രയും കാലം നമ്മൾ ചെയ്ത യാത്രകളിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് സംഗീതമയമായ മനോഹരമായൊരു യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുകയാണ് ഞാൻ. നമുക്കറിയാം, മലയാള സിനിമയ്ക്ക് 100 കോടിയുടെ മിഴിവ് പകർന്ന ചിത്രമാണ് നമ്മുടെ എല്ലാം സ്വന്തം, നമ്മളെല്ലാം ഇപ്പോഴും ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുലിമുരുകൻ്റെ ഓജസ്സും തേജസ്സുമാർന്ന സംഗീതങ്ങൾ. അതിൻ്റെ സംഗീത സംവിധായകൻ ശ്രീ ഗോപി സുന്ദർ, അദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉമ്മറത്താണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. എന്നത്തെയും പോലെ പറയാനില്ലല്ലോ, നമ്മൾ 1 മണിക്കൂർ ലേറ്റാണ്. 9 മണിക്ക് എത്താൻ പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് 10 മണിക്കാണ്. അപ്പോൾ ഏതായാലും നമുക്കൊന്ന് പോയി കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് നോക്കാം. കുറേ പട്ടിക്കുട്ടികളുടെ ഒച്ച കേൾക്കുന്നുണ്ട് ഉള്ളിന്ന്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ. അപ്പോൾ ഏതായാലും ഇന്ന് നമ്മൾ ഗോപിച്ചേട്ടൻ്റെ കൂടെ ഇന്ന് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നത്തെ പരിപാടികളൊക്കെ നമുക്ക് മോളിൽ പോയി സംസാരിക്കാം. സ്റ്റുഡിയോ. സോ എല്ലാവരും യു വെൽക്കം. രമേശ്, എന്താ പറയുക, ഒരു ദിവസം എൻ്റെ കൂടെ എല്ലാവർക്കും സ്വാഗതം. തൃപ്പൂണിത്തുറയിൽ വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് ഈ ഒരു വീട്. ഈ വീട് കണ്ടല്ലോ അല്ലേ എല്ലാവരും? നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ എന്ത് ഭംഗി, ഭയങ്കര സൈലൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ നിറയെ പൂമ്പാറ്റകളും നിറയെ ചെടികളും കുറേ പട്ടിക്കുട്ടികളും ഒക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു വീടാണ്. ശരിക്കും ഒരു മ്യൂസിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററുടെ ആപ്റ്റായിട്ടുള്ളൊരു വീടാണ്. ഇതിൻ്റെ ഉള്ളിലിരുന്നാൽ ക്രിയേറ്റിവിറ്റി ഒക്കെ അറിയാണ്ട് വന്നു പോകും. അപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ അപ്സ്റ്റേഴ്സിലാണ് ഗോപിച്ചേട്ടൻ്റെ സ്റ്റുഡിയോ. മലയാളത്തിലും ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും എന്ന് വേണ്ട എല്ലാ ലാംഗ്വേജസിലെയും ഹിറ്റായ ഗാനങ്ങൾ പിറന്ന സ്റ്റുഡിയോ. അപ്പോൾ നമുക്കിനി അങ്ങോട്ട് പോകാം. ഗോപിച്ചേട്ടൻ അങ്ങോട്ട് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് കയറാം. ഗോപിച്ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. വാവ്, നല്ല ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയേഴ്സ് ആണ് ഇവിടെ. എല്ലാവരുടെയും വർക്ക് സ്റ്റേഷൻസ് ഒക്കെ കാണാം. പ്ലസ് നമ്മുടെ ഗോപിച്ചേട്ടന് കിട്ടിയിരിക്കുന്ന അവാർഡ്സ് അതെല്ലാം ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. ഗോപിച്ചേട്ടൻ്റെ നാഷണൽ ഫിലിം അവാർഡ് കിട്ടിയതിൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് കാണാം. സ്റ്റുഡിയോ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ നടന്നു എല്ലാവരും പണിത്തിരക്കിലാണ്. കുറേ ഫിലിംസിൻ്റെ വർക്ക്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് ഒരാൾ ഒളിഞ്ഞിരിക്കുന്നതുണ്ട്. എന്തായാലും ഇദ്ദേഹത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരാളാണ്. ഇത് നമ്മുടെ ഫ്രാൻസിസ് ചേട്ടൻ, ഇവിടുത്തെ പ്രോഗ്രാമറാണ്. ഹലോ ചേട്ടാ, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യല്ലോ? ഇല്ലില്ല. അപ്പം ഭയങ്കര തിരക്കിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്താ ഇപ്പം ഇതാ മൂവിയുടെ ഇപ്പോൾ മറുപടി എന്ന മൂവിയുടെ RR ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു 5 മിനിറ്റ്സ് ചേട്ടൻ്റെ ഒന്ന് സ്പെയർ ചെയ്യാണ്. എത്ര കാലം ഇവിടെ വന്നിട്ട്? ഇവിടെ ഇപ്പോൾ ഈ സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷത്തോളമായി. ഞാനൊരു 3 വർഷത്തോളമായി പുള്ളിയുടെ കൂടെ ഉണ്ട്. എങ്ങനെയുണ്ട് ആ ഒരു മ്യൂസിക്കൽ ജേർണി? ഇറ്റ്സ് വണ്ടർഫുൾ. പുള്ളിയുടെ ഏറ്റവും കംഫർട്ടബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു മ്യൂസിക് ഡയറക്ടറാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളത്. ഇപ്പം പുലിമുരുകൻ 100 crore ക്ലബിൽ കയറി നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു സന്തോഷം, എല്ലാ സന്തോഷം. എനിക്കൊരു ഇത് കേൾപ്പിച്ചരാ? തീർച്ചയായും. കേട്ട് കഴിഞ്ഞപ്പോ ഒരു ആഗ്രഹം.
സീൻ ആയിരിക്കും കാണിച്ചു തന്നിരിക്കണം. എന്തായാലും ഈ ഒരു സീൻ തിയേറ്ററിൽ എത്തുമ്പോൾ എല്ലാവരും ഒന്ന് കരയും. മ്യൂസിക് ആണ് ശരിക്കും ഒരു സിനിമയുടെ പകുതി ജീവൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ഇത് ചെയ്യുമ്പോഴുള്ള ഒരു പ്രോസസ്സ്? എങ്ങനെയാണ് കമ്പോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് കമ്പോസ് ചെയ്ത് ഗോപി തന്നെ കമ്പോസ് ചെയ്തതാണ്. അപ്പോൾ കമ്പോസ് ചെയ്തിട്ട് നമുക്ക് തരുന്നു, നമ്മളതനുസരിച്ച് ബാക്കി ഓർക്കസ്ട്ര എല്ലാം നമ്മൾ ഇതിൽ ചെയ്തിട്ട് അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇത് ചെയ്യുന്നത് അടുത്ത ഇനി വേറെ മൂവി ഉണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇന്ന് കുറെ ആഘോഷങ്ങളിൽ ഗോപിച്ചേട്ടന്റെ കൂടെ ഭാഗമാവാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഇനി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, വർക്ക് നടക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് ആ കാണുന്നതാണ് അല്ലേ ഗോപിച്ചേട്ടന്റെ കമ്പോസിങ് റൂം, അതാണ് സ്റ്റുഡിയോ, അതാണ്. അപ്പൊ നമുക്കിനി അവിടെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഗോപിച്ചേട്ടൻ ഇപ്പൊ വരും, ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. ഓക്കെ. ഗോപിച്ചേട്ടൻ്റെ മ്യൂസിക് കമ്പോസിങ് റൂം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ്. പക്ഷേ ഇവിടെ ഇരുന്നിട്ടാണ് നമുക്ക് ഹിറ്റുകളെല്ലാം ഗോപിച്ചേട്ടൻ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോൾ ഗോപിച്ചേട്ടൻ എന്തായാലും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരെയും നമ്മൾ ഇൻറ്റീരിയേഴ്സൊക്കെ കണ്ടു, എല്ലാവരെയും പരിചയപ്പെട്ടു. ഇപ്പോൾ സമയം 10:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ അങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഗോപിച്ചേട്ടൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് സ്ക്രീനിലൊക്കെ നോക്കി അങ്ങനെ മ്യൂസിക് ഓരോന്നായിട്ട് ഇങ്ങനെ കമ്പോസ് ചെയ്യും. അപ്പം നമുക്കൊന്ന് നോക്കാം ഗോപിച്ചേട്ടനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കാൻ പറ്റുമോ, എന്തോ തീരെ സുഖമില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു ട്യൂൺ ഒന്ന് കമ്പോസ് ചെയ്ത് കേൾപ്പിക്കാമോ എന്നൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഗോപിച്ചേട്ടൻ വരട്ടെ. ഓക്കെ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച്. ഹലോ. ശരിക്കും ഒരു ആഘോഷത്തിന്റെ ഒരു നിറവിൽ നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കര തിരക്കിലായിരുന്നു. അപ്പോൾ വേഗം എന്നെ ഇങ്ങോട്ട് വിട്ടപ്പോൾ ഞാൻ ഇന്റീരിയേഴ്സ് ഒക്കെ ഒന്ന് കണ്ട് അവസാനം ഇവിടെ വന്നിരുന്നു. ഗ്രേറ്റ്. ശരിക്കും ഇത്രയും ചെറിയൊരു സ്പേസിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. എനിവേ എന്തായാലും ഒരു പാട്ടുകാരി അല്ലെങ്കിലും ഞാൻ ഇങ്ങോട്ട് എനിക്ക് എത്താൻ പറ്റില്ല. ഐ എം റിയലി ഹാപ്പി. എനിക്കറിയാം, ലൈക്ക് നമ്മളിപ്പം ഏതൊരു പാട്ടുകാരി അല്ലെങ്കിലും പാട്ട് പാടിക്കുമല്ലോ. എന്തായാലും എന്താണ് ഒരു 100ൽ എത്തി നിൽക്കുകയാണ്, ഹിറ്റ് അടിച്ചിരിക്കുകയാണ്. മലയാളത്തിൽ നിന്ന് ആദ്യത്തെ സിനിമ നമ്മുടെ പുലിമുരുകൻ. അപ്പം അതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോൾ എല്ലാവരുടെയും റിംഗ് ടോണൊക്കെ ആയിട്ട് കൊണ്ടു നടക്കണതൊക്കെ. അപ്പോൾ ആ ഒരു ആഘോഷത്തിനെ കുറിച്ച്. ആഘോഷം ആദ്യം അങ്ങനെ ഓവർ എക്സൈറ്റഡ് ആവാറില്ല, പറയാം വളരെ ശോകമായിട്ട് ഇരിക്കാറില്ല. എനിക്ക് എപ്പോഴും ഒരേ ഭാവത്തിൽ തന്നെ സ്ഥായിയായ ഭാവത്തിലാണ് പോകുന്നത്. ഒരു ഓവർ എക്സൈറ്റ്മെന്റ് ഒന്നും ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ഓവർ എക്സൈറ്റ്മെന്റ്. നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങളുടെ അടുത്ത് ചെയ്യാനുള്ള പറഞ്ഞത്. സോ പുലിമുരുകനെ സംബന്ധിച്ചിടത്തോളം പുലിമുരുകൻ എന്ന സിനിമ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്താ പറയുക ഒരു ശീലമായി മാറിക്കഴിഞ്ഞു. അത് ഒരുപാട് നാളത്തെ വർക്കാണ്. വൈശാഖാണെങ്കിൽ എന്താ പറയുക രക്തം അല്ലെങ്കിൽ സ്വന്തം ബ്ലഡ് ഇട്ട് കളിക്കാന്ന് പറഞ്ഞാൽ അത്രയും സ്ട്രെയിൻ ചെയ്ത് ലാലേട്ടനായാലും എൻ്റെ എൻ്റെ ക്രൂസ് എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് കാട്ടിലൊക്കെ പോയി കിടന്ന് മുട്ടടിയും കൊണ്ട് പാമ്പെപ്പം കടിക്കുന്ന ഉള്ള അവസ്ഥയിലാണ് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പുലിയും ഭയങ്കര റിസ്കി ആയിരുന്നു. അതൊക്കെ തരണം ചെയ്ത് ഇതൊരു പക്ഷേ നേരെ നെഗറ്റീവായിട്ട് അത് ഫ്ലോപ്പ് ആയിക്കഴിഞ്ഞാൽ അതിന് പോലും ഞങ്ങളെല്ലാവരും മാനസികമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇരുന്നത്. സോ എന്ത് വന്നാലും ഡു ഓർ ഡൈ കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരുന്നു അത് ചെയ്യുന്ന സമയത്ത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സിനിമയുടെ ലാഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കട്ട് ഓഫ് ചെയ്ത് പിന്നെ കുറച്ച് മാനുഷികത നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമയാണ്. കാര്യം ഇങ്ങനെ പുലി ചാടുന്നു, മനുഷ്യൻ പുലിനെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഒരു എന്താ പറയുക ശരിക്കും ഒരു ഹോളിവുഡ് ഫിലിം കാണുന്ന ഒരു ഇമ്പാക്റ്റ് തന്നെ കൊടുക്കണം. ശരിക്കും മേക്ക് ബിലീവ് തന്നെയാണ് ആ സിനിമ. ഒരു റിയലിസം തീരെയില്ല. കാര്യം എല്ലാം വളരെ എക്സാജറേറ്റഡ് ചെയ്തിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനോട് നീതി പുലർത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി മ്യൂസിക്കും അതിനനുസരിച്ച് തന്നെ ഹെവി ആവുകയും അതിൻ്റെ അതൊരു റിയാലിറ്റി ആണെന്നുള്ള രീതിയിലോട്ട് ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ മ്യൂസിക് വരുന്നിടത്താണ് ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു ആഘോഷമായി മാറുന്നത് ഞാൻ വിശ്വസിക്കുന്നു. സോ അത് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. അതായത് ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്തെടുക്കാം, അതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നോക്കിയിട്ടാണ് ഓരോ സിനിമയും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം എന്നെ കൊണ്ടാവുന്ന രീതിയിൽ പുലിമുരുകനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ജനങ്ങളെല്ലാവരും ഇത് പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നേരം ഞാൻ ഓവർ എക്സൈറ്റഡ് അല്ല. കാര്യം
ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. പക്ഷെ നല്ലൊരു ചിരിയാവാം. ചിരിച്ചോണ്ടിരിക്കല്ലേ, എനിക്ക് ഫുൾ ടൈം ചിരിയാണ്. അങ്ങനെ കാരണം നമുക്ക് ആ ഫിലിം ഇപ്പോഴും ടിക്കറ്റ് കിട്ടാനില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു എന്താ പറയുക. നമുക്ക് കുറെ ദിവസം ഞാൻ ബുക്ക് മൈ ഷോന്റെ ഉള്ളിലായിരുന്നു, ടിക്കറ്റ് എങ്ങാനും കിട്ടുമോ. അവസാനം കിട്ടിയത് ഫ്രണ്ട് റോയില്. നമുക്ക് അങ്ങനെ ഇരുന്ന് കണ്ടിട്ട് കാര്യം. ഇപ്പോഴും എൻ്റെ വെയിറ്റിംഗ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. ഞാൻ ഇതുവരെ ഫിലിം കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പോഴും എൻ്റെ റിംഗ് ടോൺ പുലിമുരുകനിലെ മുരുക മുരുക പുലിമുരുക ആ ഒരു സോങ് ആണ്. അത്രയും ആ ഒരു മ്യൂസിക് നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് വന്നു. അപ്പൊ ആ ഒരു മ്യൂസിക് നമുക്ക് സമ്മാനിച്ചതിന് റിയലി വി ആർ താങ്ക്ഫുൾ ടു യു. താങ്ക് ഗോഡ്. ലൈക്ക് ആ ഒരു സിനിമയുടെ ആ സന്ദർഭത്തിൽ വൈശാഖനും ആ ടീമിനും എൻ്റയർ ക്രൂ പ്രാർത്ഥനയിലായിരുന്നു ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഞാനും ആ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. അത്രയും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിനുവേണ്ടി ഒരു 10-28 ദിവസം വേണ്ടി മാറ്റി വെച്ച് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇന്ന് പ്രോഗ്രാം ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയൊരു പ്രോജക്റ്റാണ്. ഒരുപാട് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് വേറെ പടങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തെലുങ്കിൽ വേറെ പ്രേമത്തിൻ്റെ തെലുങ്ക് പോയിക്കൊണ്ടിരിക്കുന്നു, പിന്നെ പ്രഭുദേവ് വേറെ ദേവി എന്നിട്ട് പടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോയിക്കൊണ്ടിരിക്കുന്നു. അതെ. അപ്പം അതെല്ലാം ആ ഒരു കണക്കിന് ഡേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടാണ് പുലിമുരുകൻ വർക്ക് ചെയ്യേണ്ടതെന്ന്. സോ എന്നെ ഇവിടെ നിന്ന് ഇരുത്തിയില്ല വൈശാഖ്, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. എന്നെ ചെന്നൈയിലൊരു ഫ്ലാറ്റ് എടുത്ത് വന്ന് അവിടെ കൊണ്ടുപോയി പൂട്ടിയിട്ടു. അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിൻ്റെ അകത്തായിരുന്നു ഒരു 10-20 ദിവസം. എങ്ങനെയാണ് ആ ഒരു ജേർണി? നമുക്ക് എല്ലാവർക്കും കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ഒരു പുലിമുരുകൻ ജേർണി എങ്ങനെയായിരുന്നു മ്യൂസിക്കിലൂടെ? എന്നേക്കാൾ ഒരുപാട് കാലം മുമ്പേ ജേർണി തുടങ്ങിക്കഴിഞ്ഞു വൈശാഖും എൻ്റെ ഷായി ചേട്ടനായാലും എല്ലാവരും ഉദയേട്ടനായാലും എല്ലാവരും. ഞാൻ അവസാനമാണ് ആക്ച്വലി മ്യൂസിക് ആദ്യം 2.5 വർഷം മുമ്പാണ്. ഇപ്പോൾ ദാസരൻ ചിത്രചേച്ചി ചെയ്ത പാട്ടൊക്കെ ചെയ്തിട്ട് 2.5 വർഷം കഴിഞ്ഞു. അത്രയും മുമ്പ് ചെയ്ത പാട്ടാണ് ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. സോ അത്രയും ടൈം എടുത്തു അവർ ഷൂട്ട് ചെയ്യാനായിട്ട്. അത്രയധികം ഹാർഡ് വർക്ക് ഉണ്ട് ആ സിനിമയ്ക്ക്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ പാട്ടിലോട്ട് എത്തിയപ്പോഴേക്കും എല്ലാവരും പിടിവിട്ട് പോയ അവസ്ഥയാണ്. ഇറ്റ്സ് ലൈക്ക് ഇതെങ്ങനെ വർക്കൗട്ടാണെന്ന് അറിയില്ല ഗോപി. ഞങ്ങളെ കൊണ്ടാവുന്നതിൻ്റെ മാക്സിമം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ഗോപിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി ഇതിൽ വേറെ ആർക്കും വർക്ക് ചെയ്യാനുള്ള സാധ്യതയില്ല. എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഇനി ഗോപി സുന്ദർ മ്യൂസിക് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാലേ ഉള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാകെ ടെൻഷനായി പോയി. അയ്യോ, വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ നമ്മുടെ തലയിൽ കൊണ്ട് വെച്ചിരുന്നത്. അപ്പം ഞാൻ ചുമ്മാ ഒരിക്കൽ പുറത്തോടെ പോയപ്പോൾ ഞാനൊരു ചുമ്മാ ഒരു റഫ് ടാറ്റു, ഇൻ ദ സെൻസ് ഒരു ടെമ്പററി ഒരു ടാറ്റു, പുലിയുടെ ഒരു ടാറ്റു ഇട്ടിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ പുലിമുരുകൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ തുടങ്ങാൻ പോകുന്നു പറഞ്ഞിട്ട്. എൻ്റെ ദൈവം എത്ര പേരാണെന്നറിയോ, എത്ര ലാൽ സർ ഫാൻസാണ് അതിന്. ആ ഒരു ഫോട്ടോയ്ക്ക് വന്ന കമൻസാണ് ഇന്ന് ഇപ്പോൾ നിങ്ങളെല്ലാവരും പുലിമുരുകൻ ആഘോഷിക്കുന്നതിന് റീസൺ ആ ഫോട്ടോന് ആളുകൾ തന്ന റെസ്പോൺസാണ്. അവരുടെ പ്രതീക്ഷ എത്രത്തോളം വലുതാണ് പുലിമുരുകൻ്റെ ലാലേട്ടൻ്റെ ഒരു മാസ് ചിത്രത്തിന് വേണ്ടി. ലാലേട്ടൻ ഫാൻസ് എല്ലാവരും എത്രത്തോളം പ്രതീക്ഷ ആസ് എ മ്യൂസിക് കമ്പോസർ എന്നിൽ എത്ര പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരൊറ്റ ഫോട്ടോ ആണ്. ആ ഫോട്ടോയിലെ കമൻസ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത്. അവരത്രയും എന്താ പറയുക, എനിക്ക് പേടിയായി ശേഷം. അതായത് എങ്ങാനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പാളുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പടം വർക്കൗട്ട് ആവാതോ പക്ഷം ഇതിലുള്ള ക്രൂസ് ഒന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. വൈശാഖനോട് ഞാൻ പറയുന്നു, ഇത് വർക്കൗട്ട് ആയില്ലെങ്കിൽ നേരെ നമുക്ക് നാട് ഇവിടെ കാനഡയിലോ എവിടെയും പോയി സെറ്റിലാവും, ഇവിടെ നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അത്രയും ഒരു പീക്ക് മൊമെൻ്റാണ്. ആ ഒരു എന്താ പറയുക, അത്രയും സ്ട്രെസ്ഡാണ് എല്ലാവരും. വളരെ ടെൻസ്ഡായിരുന്നു. ഒരു 7th റിലീസ് ചെയ്തത്. 6th ആരും ഫോൺ എടുക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ട് ആരും ഫോൺ എടുക്കുന്നില്ല. ഞാൻ എൻ്റെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. ഇനിയൊന്നും അറിയില്ല, എല്ലാം ദൈവത്തിന് വിട്ടു. നമ്മളെ കൊണ്ടാവുന്നതിന് മാക്സിമം ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് റിസൾട്ട് വന്നാലും സ്വീകരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ഡേ സിനിമ കാണാൻ പോയി. അപ്പോൾ വൈശാഖ് പറഞ്ഞു, ഞാൻ വരില്ല. ഇല്ല, വന്നേ പറ്റുന്നിട്ട് ആരൊക്കെ കൊണ്ടുപോയി ഫസ്റ്റ് ഷോ കണ്ടു. അപ്പോൾ ഞാൻ കാണുന്നത് അന്നത്തെ 2ാമത്തെ ഷോ ആണ് ഞാൻ കണ്ടിരുന്നത്. അപ്പോൾ വൈശാഖ് പടം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഒന്നും മനസ്സിലാവണം, ആള് ഭയങ്കര ബഹളമൊക്കെയാണ്. അപ്പോൾ വൈശാഖും ഞാനിങ്ങനെ ശരിക്കും കവിതാതിരുടെ ഫ്രണ്ടിൽ ഞങ്ങൾ രണ്ടുപേരും സിനിമയിൽ നായകനും നായികയും കണ്ട പോലെ രണ്ടുപേരും കണ്ടിട്ട് വൈശാഖ് എന്നെ കണ്ണിന്ന് കൊള്ള വരുന്നുണ്ട്. കരഞ്ഞ് ഭയങ്കര ഒരു ഇമോഷണലായിരുന്നു അദ്ദേഹം. ഞങ്ങൾ രണ്ടുപേരും കുറേ കെട്ടിപ്പിടിച്ച് ഒരു ബോംബെയിലെ റൗണ്ട് ട്രോളിയൊക്കെ എടുക്കാൻ പറ്റിയൊരു സീനായിരുന്നു അത്. അത്രയും ആളുകൾ കൂടിയേക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കെട്ടിപ്പിടിച്ച്. ഇന്ന് നമ്മൾ കുറേ വിശേഷങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞു, സിനിമയുടെ ജേർണിയും ഒക്കെ. ഇന്ന് എന്തൊക്കെയാണ് പരിപാടികൾ? ഇന്നൊരു ദിവസം മൊത്തം ഗോപിച്ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ കൂടിയൊക്കെയാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ പരിപാടി? ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ എൻ്റെ വോയിസ് പോയി. അപ്പോൾ ഇന്നിപ്പോൾ കമ്പോസിങ് ഒന്നും നടക്കില്ല. അതെ, അവർ വെറുതെ വിടുന്ന് തോന്നില്ല കേട്ടോ പ്രേക്ഷകർ. പോയി കിടക്കണം. പിന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഒരു കോളേജിലൊരു ഫംഗ്ഷൻ ഉണ്ട്, സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ആലുവ, ഒരു വുമൻസ് കോളേജാണ്. അവിടെ എന്നെ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. എന്തോന്നറിയില്ല, അവിടെ എന്തോ ഒരു ഉദ്ഘാടനമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിനോടനുബന്ധിച്ച് എൻ്റെ അടുത്ത് അങ്ങോട്ട് ഇപ്പോൾ വണ്ടി വരും, അതിൽ കയറി പോകണം.
അപ്പോൾ അവിടെ പോകുമ്പോൾ അറിയാം, അവിടെ പോകുമ്പോൾ എന്നെ കൊണ്ട് പാടിക്കുക എന്നുള്ള ടെൻഷൻ എനിക്ക് ഇപ്പോഴേ തുടങ്ങി. കാര്യം അത് പോകുമ്പോഴൊന്ന് ചുമച്ചൊക്കെ കാണിച്ച് ഇല്ല, രക്ഷയില്ല. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റുഡൻസ് പാടിച്ചേ വിടുള്ളൂ. പക്ഷേ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാന്നുള്ള കാര്യത്തിൽ തീരുമാനമായി. പാട്ട് കേൾക്കാം, പക്ഷെ അത് പാട്ടാണോ എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അത് പാടുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു എനിക്ക് അറിയില്ല. എന്തായാലും ശ്രമിക്കാം. ഈ തൊണ്ടയും വെച്ച് പാടി എങ്ങനെ ഇരിക്കും നോക്കാം. ഇപ്പൊ നമ്മളിങ്ങനെ കോളേജിലേക്ക്, ആലുവയിലല്ലേ ഗോപിച്ചേട്ടാ കോളേജ്? ആലുവ സെന്റ് സേവിയർസ് കോളേജ്. ആലുവയിലേക്ക് നമ്മളിങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് ഗോപിച്ചേട്ടന്റെ സ്വന്തം ഓഡിയിൽ. അപ്പൊ ഈ ഒരു യാത്ര ശരിക്കും ഞങ്ങളുടെ കൂടെ നിങ്ങളും കൂടി എൻജോയ് ചെയ്യുമല്ലോ അല്ലേ ഗോപിച്ചേട്ടാ? ഒരു ഹായ്. നമുക്ക് ഗോപിച്ചേട്ടന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ കുറച്ച് സമയം മാത്രമേ സ്പെൻഡ് ചെയ്യാൻ, സംസാരിക്കാൻ ശരിക്കും കിട്ടുന്നുള്ളൂ അല്ലേ ഗോപിച്ചേട്ടാ? അല്ലാത്ത ഫുൾ ടൈം ഇതൊരു പുതിയ അനുഭവമായിരിക്കും. കാരണം അവർക്ക് കാര്യം എന്താ പറയാ, ഞാനിതൊരു ആദ്യമായിട്ടാണ് ഇങ്ങനെ കാറിലൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം അല്ല, ഇതൊരു ഇന്റർവ്യൂ ആയിട്ട് തോന്നിയോ? ഇന്റർവ്യൂ ഇൻ ദ സെൻസ് ഇനി എന്തെങ്കിലും പറയണ്ടേ, ലൈക്ക് ഒരു ഫ്ലോയിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു യാത്ര നമ്മള് ലൈക്ക് ഓരോരുത്തരുടെയും അവരൊക്കെ ഇങ്ങനെ ഗോപിച്ചേട്ടന്റെ ഒരു ദിവസം എങ്ങനെയായിരിക്കും എന്ന് കാണാനും കേൾക്കാനും ഒക്കെ ഒരുപാട് ആകാംക്ഷയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ യാത്രകളൊക്കെ ചെയ്ത് നല്ല ഫുഡും ഒക്കെ കഴിച്ച് പരിപാടികളൊക്കെ പങ്കെടുത്ത് അങ്ങനെ എല്ലാം അവരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാണ്, അവര് നമ്മുടെ കൂടെ എൻജോയ് ചെയ്യാണ്. ഓക്കെ ഫൈൻ. ഇന്ന് സാധാരണ ദിവസങ്ങളെ പോലെ അല്ലായിരുന്നു ഇന്നത്തെ ദിവസം. കാര്യം സാധാരണ ദിവസങ്ങളിൽ ഇപ്പോഴും കമ്പോസിങ്ങും ഒരുപാട് ഇങ്ങനെ പറയാ, മിക്കപ്പോഴും ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇന്ന് കുറച്ച് ആക്ടിവിറ്റി ഉള്ള ദിവസമായതുകൊണ്ട് ആളുകൾക്ക് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കണതാണ് ഫുൾ ടൈം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിപ്പുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യും. കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല എന്താ ചെയ്യുന്നതെന്നൊന്നും. സോ ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇന്നത്തെ ദിവസം എസ്പെഷ്യലി എന്താ പറയാ, ലക്കിലി അതെ, ഇന്ന് കുറച്ച് യാത്രയും ചെറുതായിട്ടുള്ളൊരു കോളേജിൽ ഫംഗ്ഷനും, അപ്പോൾ അവിടെ കുട്ടികളും പുലിമുരുകനായിട്ടുള്ള എൻജോയ്മെന്റും പുലിമുരുകന്റെ സക്സസ് സെലിബ്രേഷനും എല്ലാം കൂടി ഒരു ഉത്സവ പ്രതീതി നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എങ്ങനെയാണ് യൂഷ്വൽ റുട്ടീൻ? എങ്ങനെയാണ് റൊട്ടീൻ? ഞാൻ രാത്രിയൊന്നും വർക്ക് ചെയ്യാറില്ല, പകൽ സമയങ്ങളിൽ മാത്രമേ വർക്ക് ചെയ്യാറുള്ളൂ. ടൈമോ ദിവസമൊന്നും അങ്ങനെയൊന്നുമില്ല. രാവിലെയാണ് പണിയെടുക്കാറ്. രാവിലെ വളരെ ഏർലി മോർണിംഗ് എണീക്കും. പിന്നെ വർക്കിലോട്ട് കയറുമ്പോൾ ഒരു 10 മണിക്കാവും. പക്ഷെ അത്ര നേരം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചെയ്യാം, ഇങ്ങനെ പോവാന്നൊക്കെ. അപ്പൊ ചെന്നൈയിൽ സ്റ്റുഡിയോ ഉണ്ട്, എനിക്കൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ ടോട്ടലി ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ഇപ്പൊ തൃപ്പൂണിത്തുറയിലാണ്. ഇവിടെ ആകുമ്പോൾ കുറച്ച് സമാധാനവും നല്ല അറ്റ്മോസ്ഫിയർ, ഭയങ്കര സൈലന്റ് ആയിട്ട്. ശരിക്കും ഈ ഒരു മെട്രോ സിറ്റിയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് തന്നെ ഭയങ്കര. അതിപ്പോ ഞാൻ തൃപ്പൂണിത്തുറ ഏരിയയിലോട്ട് വരുമ്പോ എന്താ പറയുക, ഫുൾ ഗ്രീനറിയാണ്. പിന്നെ രാജകൊട്ടാരം ഉണ്ടല്ലോ, തൃപ്പൂണിത്തുറ ഹിൽ പാലസിന്റെ ബാക്ക് സൈഡിലാണ് വീട്. അപ്പോൾ എല്ലാം കൊണ്ട് ഒരു പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ്. അപ്പോൾ എല്ലാം കൂടി ഹോം ഷുഡ് ബി ലൈക്ക് എ ഹോം. നമ്മൾ വീടെന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കെന്നും ശാന്തിയും സമാധാനവും കിട്ടുന്നൊരു സ്ഥലമായിരിക്കുമല്ലോ. അതിൻ്റെ മുകളിലൊരു സ്റ്റുഡിയോ പണിതിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിലുള്ള ശാന്തി സ്റ്റുഡിയോയിലോട്ടും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനില്ല. പിന്നെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്രീ ആണ്, എപ്പോൾ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം, തോന്നുമ്പോൾ വർക്ക് ചെയ്യാം. അതെ അതെ, അങ്ങനെ ഒരു സൗകര്യമുണ്ട്. എപ്പോൾ വേണമെങ്കിൽ വർക്ക് ചെയ്യാം. എന്ന് കരുതി ഞാൻ എപ്പോഴും വർക്ക് ചെയ്യാറൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ യാത്രകളൊക്കെ തന്നെയായിരിക്കും. ഈ യാത്രകളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചിന്തകളൊക്കെയാണ് പിന്നീട് സ്റ്റുഡിയോ കൊണ്ടുവന്ന് കുറച്ച് നേരം കൊണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന രീതിയാണ് ചെയ്യാറ്. ഞാനൊരു മൾട്ടി ടാസ്കറായിരുന്നു. കാര്യം ഇങ്ങനെ ഒരേ സമയത്ത് 2-3 ജോലികൾ ഒരേ സമയത്ത് ചെയ്യുന്ന ജോലി. ഇപ്പോൾ ഒരേ സമയം 3-4 പടങ്ങൾ ചെയ്യുന്ന പോലെ അന്ന് ഒരേ സമയത്ത് ഒരുപാട് ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. റേഡിയോ സ്പോർട്സ് ഒക്കെയാണ് ചെയ്യാൻ തുടങ്ങിയത് ആദ്യം. അതിനു മുമ്പ് ഔസപ്പൻ സാറിൻ്റെ കൂടെ ഹാർമോണി എടുത്ത് വയ്ക്കുക, തിരിച്ച് വണ്ടിയിൽ എടുത്ത് വയ്ക്കുക, അങ്ങനെയൊക്കെയായിരുന്നു ജോലി. സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെയായിരുന്നു. ഫ്രം 0 എന്നാണ്, എനിക്ക് മൈനസ് എന്നാണ് തുടങ്ങുന്നത്. സോ ആ ഒരു ഭാഗ്യം ഇന്നത്തെ തലമുറയിൽ ആർക്കും കിട്ടിക്കാണാൻ വഴിയില്ല. അതായത് ഒരു സ്റ്റുഡിയോ പോയി ഇങ്ങനെ വാവളിച്ചിരിക്കുക, ഇതൊക്കെ പഴയ ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ പോയി പട്ടിണി കിടന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഈ തലമുറയിൽ ഞാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് നോബഡി വിൽ സഫർ ലൈക്ക് മീ. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് പഠിക്കാനും, ഇതിനെപ്പറ്റി ചർച്ചകൾ, എല്ലാ ഇന്റേൺഷിപ്പും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം ഐ ഡോണ്ട് തിങ്ക് എന്നെപ്പോലെ ആരും ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ കീഴിൽ ഒരു 10-14 വർഷം ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ കീഴിൽ വർക്ക് ചെയ്ത് എനിക്ക് തോന്നിയില്ല. അത്രയും ലക്കിയാണ്. എത്ര ഫിലിംസിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയല്ലേ? വംശനാശമാണ്. അതായത് എന്നിലൂടെ ആ ഒരു വംശം അഴുകിയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ അവസാനത്തെ കണ്ണിയായിരിക്കും.
എനിക്ക് തോന്നുന്നു. അത് ഇന്നൊന്നും ആരും അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട്, എനിക്ക് 17 വയസ്സിൽ എനിക്കുണ്ടായിരുന്ന ആ ഒരു എന്താ പറയുക, ഒരു ഫയറൊന്നും ഇന്നത്തെ ഒരു തലമുറയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പലരെയും ഞാൻ കാണുന്നുണ്ട്, ഉണ്ടായിരിക്കാം, ഒരുപാട് പേർക്ക് ഉണ്ടായിരിക്കില്ല എന്നല്ല, പക്ഷെ ആ ഒരു എന്താ പറയുക, ഒരു ഫയർ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലും ആവണം, അതിനുവേണ്ടി എത്രത്തോളം വേണമെങ്കിൽ ബുദ്ധിമുട്ടാനും തയ്യാറായിട്ടുള്ളൊരു മനസ്സ്. ഇന്നൊക്കെ ഒരാൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് വന്നാൽ തന്നെ എനിക്ക് കുറച്ചാൾ പ്രോഗ്രാമിംഗ് ചെയ്തതിന് 1-2 വർഷം കൊണ്ട് തന്നെ അവർ സാറ്റിസ്ഫൈഡ് ആയി, ഞാനെല്ലാം പഠിച്ചു, ഇനി ഞാൻ സിനിമ ചെയ്ത് ആൽബം എത്രയും വേഗം അവർക്ക് ഫെയിം ആവണം എന്നുള്ള ചിന്തയായിരുന്നു. എനിക്കും വന്നിരുന്നു ഓപ്പർച്യൂണിറ്റീസ്. ഒരു 2-3 വർഷം ഔസഫിസാറിൻ്റെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കും രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിൽ രഞ്ജിത്ത് സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഉറപ്പുണ്ട്, കാര്യം ഞാൻ ചെയ്താൽ തന്നെ ഏറിപ്പോയ 1-2 ഹിറ്റ്, അത് ഫ്ലൂക്കിൽ വന്ന് ആയി. ഇനി ആയില്ലെങ്കിലും ആയാലും ഈ ജോലി എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്ന എനിക്കുള്ളൂ, അതിനുള്ള ബാക്കപ്പ് എനിക്കുണ്ടായിരുന്നില്ല. ഇൻ ദ സെൻസ് ഉറപ്പുണ്ടായിരുന്നില്ല. കാര്യം എനിക്ക് വളരെ വ്യക്തമായിട്ടാണ് എന്നെ സുബിൻ സാർ എന്നെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ലൈക്ക് ഇത് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് തഴമ്പിച്ചതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയാൽ മതി എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു നീണ്ട കാത്തിരിപ്പ്. ഇൻ ദ സെൻസ് കാത്തിരിപ്പ് എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞിരുന്നത്, ഒരിക്കലും നീ മ്യൂസിക് ഡയറക്ടർ ആവരുതെന്ന് എനിക്ക് എന്നോട് തന്നെ തോന്നാറുണ്ടായിരുന്നു. അതായത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതിൽ, നമ്മൾ പറയുന്ന പോലെ എത്ര എളുപ്പമല്ല കാര്യങ്ങൾ. ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ച് നമ്മൾ ഈ ഒരു യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആലുവയിലുള്ള സെൻറ്റ് സേവിയേഴ്സ് കോളേജിലാണ്. അപ്പം ഒരു പ്രൈവറ്റ് ഫംഗ്ഷനാണ് ഇവിടുത്തെ കൗൺസിലിൻ്റെ ഇനോഗ്രേഷൻ. അപ്പോൾ അതിന് വേണ്ടി ഗോപിച്ചേട്ടൻ മുകളിലേക്ക് പോയി. ഇവിടെ നമുക്ക് നല്ല കൂക്കിവിളിയും ബഹളമൊക്കെ കേൾക്കുന്നുണ്ട്, പിള്ളേരുടെ ഫുൾ പെൺപടയുടെ മൊത്തം ആ ഒരു ആരവം നമുക്ക് ഇവിടുന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഇവരോടൊപ്പം ഈ ക്യാമ്പസൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഗോപിച്ചേട്ടൻ വരാൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ഇനി ബാക്കി ആഘോഷം നമുക്ക് കണ്ടറിയാം. കോളേജിലെ നല്ല പെൺപുലികളുടെ കൂടെയാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. നമുക്ക് മുകളിൽ കയറാൻ പറ്റിയില്ല, അപ്പം ഞങ്ങൾ ആ നേരം കൊണ്ട് ക്യാമ്പസൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി. ഹലോ, ഇത്രയ്ക്ക് സൈലന്റ് ആണോ ബേസിക്കലി, അതോ ടീച്ചർമാർ ഇവരുടെയൊക്കെ കണ്ടല്ലോ? ഇന്ന് നിങ്ങളുടെ കൗൺസിലിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്കിന്ന് ഗോപിച്ചേട്ടനെയൊക്കെ അടുത്ത് കിട്ടി. ഞങ്ങളിന്ന് ഒരു ദിവസം ഗോപിച്ചേട്ടൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗോപിച്ചേട്ടനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു സോങ് റെഡി. നല്ല ഗായികമാരൊക്കെ ഫ്രണ്ടിലേക്ക് വരൂ, എല്ലാവരുമാണ്. അപ്പൊ നമുക്ക് നല്ലൊരു സോങ് കേൾക്കാം അല്ലേ ഗോപിച്ചേട്ടാ? അല്ലേ? സുന്ദരി പെണ്ണേ സുന്ദരി പെണ്ണേ കോറസ്, ഞാൻ കുറച്ചാളായിട്ട് ഒരു അടിപൊളി കോറസ് സിംഗേഴ്സ് വേണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അടിപൊളി കോറസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ
ഓക്കെ, സൂപ്പർ, താങ്ക് യു സോ മച്ച്. ഫിലിം നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു പകുതി ജീവൻ എന്ന് പറയുന്നത് മ്യൂസിക് തന്നെയാണല്ലോ. പകുതി ജീവൻ എല്ലാവരും എന്താ പറയുക, ഒരു സ്ക്രിപ്റ്റാണ് ഏറ്റവും വലിയൊരു ഘടകം ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം. ആ സ്ക്രിപ്റ്റിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തൻ്റെ കഴിവുകളെ മാറ്റി വെച്ചുകൊണ്ട് ആ സ്ക്രിപ്റ്റിന് എന്താണ് വേണ്ടുന്ന രീതിയിൽ നമുക്കറിയാവുന്ന സംഗീതത്തിനെ വ്യതിചലിപ്പിച്ച് വിടുന്ന ഒരു രീതിയാണ് മ്യൂസിക് ഡയറക്ഷൻ. ആ മ്യൂസിക്കിനെ ഡയറക്റ്റ് ചെയ്യുക, വ്യതിചലിപ്പിക്കുക ടുവേർഡ്സ് ദി സ്ക്രിപ്റ്റ്. ഏത് വഴി കൂടെ പോകണം. അതെ, അവിടെ നമ്മളെ കഴിവ് തെളിയിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ടു. അതിനേക്കാൾ ഉപരി ആ പ്രോജക്റ്റിന് എന്താണ് വേണ്ടതെന്ന് അറിഞ്ഞ് അതിന് വേണ്ട മാത്രം കൊടുക്കുക എന്നുള്ളിടത്താണ് നമ്മളെല്ലാവരും പ്രൊഫഷണൽസ് ആവുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അത് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടും വേദനകളൊക്കെയാണ്. അപ്പോൾ സൈമിൾട്ടേനിയസ്ലി അഡ്വർടൈസ്മെൻറ്റ്സും പതുക്കെ അത് ആ ഫീൽഡിൽ ഞാൻ പതുക്കെ ചുവടുറപ്പിക്കാൻ തുടങ്ങി എന്ന് പറയാം. അതിലങ്ങനെ വന്നു. അതൊരു 7 വർഷം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് അവിടെ ഒരു ഒരു വെൽ നോൺ മ്യൂസിക് ഡയറക്ടർ, ഒരു അഡ്വർടൈസ്മെൻറ്റ് മ്യൂസിക് ചെയ്യാനായിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഇവിടെ ഏത് മ്യൂസിക് ഡയറക്ടർ ഉണ്ട് ചെന്നൈയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന ആളുണ്ട് 3 4 പേരുടെ ഒരു ലിസ്റ്റിൽ ഗോപീസും തുറന്നുണ്ട് ആളും കൂടി ഉണ്ട് എന്ന് പറയുന്ന രീതിയിലോട്ട് എത്തിയത്. എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞ സിനിമ പോലെയല്ല, ഒരു ഫെയിം ഒന്നും അതിലുണ്ടാവില്ല. മൗത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള പബ്ലിസിറ്റി ഉള്ളൂ. അതിന് അതിൻ്റേതായിട്ടുള്ള അതെ ടൈറ്റിൽസ് ഒന്നുമില്ല. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് കമ്പനീസായിട്ട് ഒരുപാട് ഈ പറഞ്ഞ ONM അല്ലെങ്കിൽ ഒരുപാട് ബിഗ് മൾട്ടിനാഷണൽ ലെവലിലുള്ള കമ്പനീസായിട്ട് നമ്മൾ ടൈപ്പ് ആവുകയും അങ്ങനെ വർക്കൗട്ട് ചെയ്ത് അങ്ങനെ ഒരു കരിയർ ഞാൻ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സൈഡിൽ. എന്ന് വെച്ചാൽ മലയാള സിനിമ അല്ലെങ്കിൽ ഏതൊരു സിനിമേനെ നമുക്ക് എന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഇന്ന് സിനിമയുണ്ട് നാളെ സിനിമയുണ്ടാവുമെന്ന് പറഞ്ഞോളന്നില്ല. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റും പ്രോഗ്രാമിംഗ് കരിയറും ഞാൻ ഇപ്പോഴും കൊണ്ടുപോകുന്നുണ്ട്. എല്ലാവർക്കും എന്നും വേണ്ടത് ആ ഒരു പുതുമയാണ്. എല്ലാവരും ആ ഒരു ഡിഫറൻസ് ആണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ വരുമ്പോഴേ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനും പറ്റുള്ളൂ. സോ പുലിമുരുകൻ ടോട്ടലി നമുക്ക് എന്താ പറയുക എന്നും ഒരു നാഴികക്കല്ലായിട്ട് എടുത്തു വയ്ക്കാൻ കഴിയുന്നൊരു പ്രോജക്റ്റ് ആയിരിക്കും. അതുപോലെ ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് ആയാലും ഹോട്ടൽ 1983 ഒരുപാട് സിനിമകളുണ്ട്. ലൈക്ക് എല്ലാം നമുക്ക് എന്താ പറയുക നമുക്ക് വളരെ പേഴ്സണലായിട്ട് ഇഷ്ടമുള്ള 1983 ഒരു നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏറ്റവും സാധാരണ ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ ആദ്യമൊക്കെ നമുക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടുമായിരിക്കും. കുറേ സിനിമകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടും. നാഷണൽ അവാർഡ് എന്താ പറയുക നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ല അങ്ങനെ ഒരു സംഭവം. സ്റ്റേറ്റ് അവാർഡ് ഒക്കെ ചിലപ്പോൾ കിട്ടിയ ഭാഗ്യം അല്ല, ഭാഗ്യം അത്രേ ഉള്ളൂ. നമുക്ക് ഉറപ്പിക്കല്ല, സ്റ്റേറ്റ് അവാർഡ് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇപ്പോൾ കുറേ പടങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ പിന്നെയാണ് മനസ്സിലായത് ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോൾ പെട്ടെന്ന് വെളി വരികയാണ് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു. ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി. സോ ഒരു ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ, വേറെ എന്താ പറയാ. ഇതൊരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല കേട്ടോ, കിട്ടിയില്ല. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയില്ല. ഡയറക്ട്ലി നാഷണൽ അവാർഡാണ് ആദ്യം കിട്ടുന്നത്. അതൊരു അഹങ്കാരമല്ല, എന്താ പറയാ, അല്ല അത്രയും ഹാർഡ് വർക്ക് ചെയ്തതിനുള്ളൊരു അതിനുള്ള എന്തായാലും പ്രതിഫലം കിട്ടി. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ സെൻറ്റ് സേവിയേഴ്സ് കോളേജിലെ ബഹളമൊക്കെ കഴിഞ്ഞു. ശരിക്കും ബഹളം എന്ന് പറഞ്ഞാൽ പോരാ, ആഘോഷം എന്ന് വേണം പറയാൻ. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റിയില്ലെങ്കിലും പുറമേ നിന്ന് നമ്മൾ ആ ഒരു ആഘോഷത്തിൻ്റെ ഒരു ആംബിയൻസ് എല്ലാം നമ്മൾ ആസ്വദിച്ചു അല്ലേ. കുട്ടികളുടെ പാട്ടും ഗോപിച്ചേട്ടൻ്റെ പാട്ടും എല്ലാം.
പ്ലസ് കുട്ടികളെ നമുക്ക് വേണ്ടി ഗോപിച്ചേട്ടനെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടൊരു സോങ് ഒക്കെ തന്നു. അപ്പോൾ ആ ഒരു ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും തിരിച്ച് സ്റ്റുഡിയോയിൽ എത്തി. അപ്പോൾ ഇന്ന് ആക്ച്വലി ഗോപിച്ചേട്ടൻ്റെ പുതിയൊരു മൂവിയുടെ റെക്കോർഡിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഡോറിന്ന് കടന്ന് ചെന്നിട്ട് വേണം ഗോപിച്ചേട്ടൻ്റെ സ്റ്റുഡിയോയിലേക്ക് കയറാൻ. അപ്പോൾ സിംഗറൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. സിംഗർ ആരാണെന്നല്ലേ? യെസ്, നമ്മുടെ തോപ്പിൽ ജോപ്പൻ എന്ന സിനിമയിലൂടെ നമുക്ക് കിട്ടിയ ഒരു പുതിയ ഗായകനാണ്, പേര് നിരഞ്ജൻ. അപ്പോൾ എന്തായാലും അദ്ദേഹവും അതിൻ്റെ സ്റ്റുഡിയോൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കന്ന് അങ്ങോട്ട് ചെന്നിട്ട് അവിടുത്തെ റെക്കോർഡിങ്ങും പിന്നെ പുലിമുരുകൻ സോങ് നമുക്കൊന്ന് കേൾക്കണ്ടേ, വേണ്ടേ? അപ്പോൾ അതെല്ലാം നമുക്ക് അതിൻ്റെ സ്റ്റുഡിയോൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറിയിട്ട് ആ ഒരു ആഘോഷത്തിലും കൂടി നമുക്കൊന്ന് പങ്കുചേരാം. ഇപ്പം നമ്മൾ കോളേജിൽ നിന്ന് ഇപ്പം നേരെ ഇങ്ങോട്ട് തിരിച്ച് ലാൻഡ് ചെയ്തു, നേരെ സ്റ്റുഡിയോയിലേക്ക് കയറി. ഇന്നത്തെ ഒരു മെയിൻ അജണ്ട എന്ന് പറയുന്ന ഒരു സോങ് എടുക്കാനുണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വേറൊരു താരത്തിനെയും കൂടി ഞാൻ കണ്ടു. ഹലോ, ഇത് നിരഞ്ജ്. ഈ ശബ്ദം ഒന്ന് കേൾപ്പിച്ചാൽ ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വരും. നമ്മുടെ തോപ്പിൽ ജോപ്പൻ എന്നുള്ള സിനിമയിലൂടെ നമുക്ക് മറ്റൊരു നല്ല ഗായകനെയും കൂടിയും കിട്ടിയതാണ്. അപ്പോൾ നിരഞ്ജ് ഇന്നിവിടെ ഒരു സോങ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പം കയ്യോടെ പിടികൂടി, അതാണല്ലോ നമ്മുടെ ശീലം. അപ്പോൾ വേഗം പിടിച്ചിരുത്തി അല്ലേ ഗോപിച്ചേട്ടാ? അപ്പോൾ റോൾ മോഡൽ എന്നൊരു സിനിമയുണ്ട്. അപ്പോൾ ഫഹദിൻ്റെ സിനിമയാണ്. റാഫിക്കാണ് എൻ്റെ ഡയറക്ടർ. സോ അപ്പോൾ അവരെല്ലാവരും ഗോവയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പാട്ടൊക്കെ റഫ് ട്രാക്ക് വെച്ച് അയച്ചു കൊടുത്തു. ഇപ്പോൾ ഫൈനൽ ഒരു സിംഗർ ഇപ്പോൾ പാടിച്ച് ഇപ്പോൾ ഫൈനലൈസ് ചെയ്ത് നമ്മൾ ഇന്ന് രാത്രി ഇത് കൊടുക്കും. മറ്റന്നാൾ അത് ഓരോ ഷൂട്ട് ചെയ്യും. സോ ഇങ്ങനെയാണ് പോകുന്നത്. സോ തോപ്പിൽ ജോപ്പിലെ എസ്പെഷ്യലി ആ സോങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വിദ്യാജിയുടെ ഒരു അടിപൊളി കമ്പോസിഷനാണ്. സോ അത് വലിയൊരു ആ സോങ് കേട്ടപ്പോഴാണ് തീർച്ചയായിട്ടും പ്ലീസ് സിംഗ്. തെന്നൊരുത്തിരി പാലൊരുത്തിരി നീലമുന്തിരി നീര് ചേരുമപ്പടി ചേർത്ത ചക്കര ചാറിനത്തവനാര് അവൻ നിറഞ്ഞു നിന്ന തേക്കടിത്തടാകമോ പകൽ തനിച്ചു മിന്നി മിന്നി നിന്ന താരമോ ഇതാണ് കാവ്യനായകൻ തോപ്പിൽ ജോപ്പൻ. തോപ്പിൽ ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. ആ ഒരു സിനിമയിലെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ളൊരു റേഡിയോയിലെല്ലാം നിറഞ്ഞ് നിന്നിരുന്നൊരു സോങ്. എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു പാട്ട് എൻ്റെ ഇപ്പോൾ അടുത്ത സിനിമയിൽ വരുന്നൊരു പാട്ട്, അത് അങ്ങനെ ഒരു സോങ്ങേ അല്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ വോയിസ് കറക്റ്റാവുമെന്ന് എനിക്ക് തോന്നി. അതായത് ഒരു വളരെ നിരാശ കാമുകൻ പാടുന്ന ഒരു പാട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റൈലിൽ ഈ ഒരു വോയിസ് അതിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് നന്നാവും തോന്നി. സോ ഡെഫിനറ്റ്ലി നിരഞ്ജായിരിക്കും എൻ്റെ കറക്റ്റ് ചോയ്സ് എന്ന് തോന്നി. അങ്ങനെയാണ് നിരഞ്ജ് വരുന്നത്. ഇപ്പോൾ പാടാൻ പോകുന്നേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത് തന്നെ ഇനി വരുന്ന ഫഹദിൻ്റെ അടുത്ത സിനിമയായിട്ട് നമുക്ക് ആ പാട്ടുകളെല്ലാം ആസ്വദിക്കാം. റോൾ മോഡൽ. അപ്പോൾ റോൾ മോഡലിൽ നമുക്ക് ആ ഒരു ഗാനം എന്തായാലും ആസ്വദിക്കാൻ നമ്മൾ എല്ലാവരും റെഡി ആയിട്ടിരിക്കും. ഇപ്പോഴേ റെഡിയാണ്. അപ്പോൾ ഗോപിച്ചേട്ടാ ഒരു പാട്ട് ഗോപിച്ചേട്ടാ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇന്ന് കോളേജിലൊക്കെ പോയിട്ട് പാടാൻ ഒരു കുഴപ്പമില്ലേ? അയ്യോ, അതവിടെ വളരെ സുന്ദരികളായ ഞാനിപ്പോ പറയാൻ വരുന്ന ഡയലോഗ്. വളരെ സുന്ദരികളായ തരണിമണികൾ നിറഞ്ഞു നിന്നുകൊണ്ട് ഒരു സുന്ദരിയും സുമുഖിയുമായ ഒരു പാവം കുട്ടി അപേക്ഷിക്കും. അപ്പോൾ അങ്ങനെ കോളേജിൽ എല്ലാവരും അങ്ങനെ അപേക്ഷിച്ചപ്പോൾ പാടാതെ ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അതുകൊണ്ടാണ് വളഞ്ഞ് ചുറ്റും കൂടിയിട്ട് പാടാൻ പറഞ്ഞ പിന്നെ പാടാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ നിവൃത്തിയോടുകൊണ്ട് നമ്മൾ പാടിപ്പോയതാണ്. കാര്യം തൊണ്ട ഫുള്ളായിട്ട് ഔട്ടാണ്. എൻ്റെ വോയിസ് ഇങ്ങനെയൊന്നുമല്ല. സോ ടോട്ടലി ചേഞ്ചാണ്. ഞാൻ തന്നെ സംടൈംസ് ആരുടെയും സംസാരിക്കുമ്പോൾ ആദ്യം ഞാനൊന്ന് ഞെട്ടും, അയ്യോ എൻ്റെ വോയിസിന് എന്ത് പറ്റി എന്നുള്ള അവസ്ഥയാണ്. ചുന്ദരി പെണ്ണേ ഓ ചുന്ദരി പെണ്ണേ ഓ പോരെ, ഇതിൽ കൂടുതൽ പോവില്ല. ഒരുപാട് സ്ട്രെയിൻ ചെയ്യിക്കണ്ട, പാവല്ലേ. ഇന്നൊരു ദിവസം മൊത്തം നമ്മൾ കുറെ ബുദ്ധിമുട്ടിച്ചു. അപ്പൊ എന്തായാലും ഇനിയിപ്പം അടുത്ത റെക്കോർഡിങ്ങിലേക്ക് നമ്മൾ കിടക്കാണല്ലേ? അതെ, അടുത്ത ഇനിയിപ്പോ റെക്കോർഡിങ്ങിലോട്ട് കയറാണ്. ഇനിയിപ്പോ റെക്കോർഡിംഗ് ഒരു മേ ബി ഒരു 2-3 hours പോകും. ഓൾ പ്രിപ്പയർഡ്. So how is your experience with Gopi? ഒരു സിംഗറിന് വേണ്ടി ഏറ്റവും വലിയൊരു കംഫർട്ടബിൾ സ്പേസ് ഗോപി സാർ തരുന്നുണ്ട്. പല കമ്പോസേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. ഒരു ഹോംലി ഫീലാണ് ഇവിടെ വരുമ്പോൾ. സാർ ഒരിക്കലും നമ്മളൊരു സ്ട്രേഞ്ചറായിട്ട് കണക്ക് കൂട്ടില്ല. ഇപ്പം തന്നെ ഞാൻ വന്നപ്പോൾ തന്നെ സാർ ഇരിക്കൂ, ലൈക്ക് ബി കംഫർട്ടബിൾ,
സാർ എനിക്ക് ടൈം തരും ആ ഒരു സോങ് പഠിക്കാനും ആ വരികൾ പാടാനും ആ ട്യൂൺസ് ലൈക്ക് കംഫർട്ടബിൾ കോൺഫിഡൻ്റ് ആക്കി മാത്രമേ അത് നമുക്ക് ടേക്ക് എടുക്കാം. അതുവരെ യു ക്യാൻ ലേൺ എന്നാണ് സാർ ടൈം തരികയും ചെയ്യും. സോ ഐ എം റിയലി ഹാപ്പി. എപ്പോഴും ഗോപി സാർ വിളിക്കുകയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ വരും. വാട്ട് എവർ വർക്ക് ഐ മീൻ. സോ ഐ എം ലൈക്ക് റിയലി പ്രൗഡ് ടു വർക്ക് വിത്ത് ഹിം. ഇപ്പൊ ഗോപിച്ചേട്ടന് ഓരോ എക്സ്പെരിമെന്റ്സ് ഇപ്പം ദുൽഖർ സൽമാൻ പാടി അങ്ങനെ എല്ലാവരെ വെച്ചിട്ടും എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മളത് ഹോൾ ഹാർട്ടഡ്ലി വെൽക്കം ചെയ്തോണ്ടിരിക്കും. ഇപ്പൊ ദുൽഖർ വരുന്നുണ്ട് ഒരു ഐ തിങ്ക് മറ്റന്നാൾ ദുൽഖർ വരും വീണ്ടും. നമുക്കൊന്ന് വന്നാലോ? അമൽ നീരദിന്റെ പടത്തിൽ പാടാനായിട്ട് ദുൽഖർ വരുന്നുണ്ട്. സോ അതും ഒരു ഡിഫറെൻറ്റ് സോങ് ആണ്. ഈ പറഞ്ഞ പോലെ ABCDയിൽ പപ്പ ഭരണം വേണ്ടപ്പോൾ നമ്മുടെ പാട്ട് പാടി ജോണി മോനെ ജോണി. പിന്നെ ദുൽഖർ വേറെ റീസെൻ്റ്ലി വേറൊരു പടം ഉണ്ടായിരുന്നല്ലോ, മറ്റേ ഇപ്പോൾ സുന്ദരി പെണ്ണെ പാടി. ഇപ്പം മൂന്നാമതായിട്ടൊരു പാട്ട് പാടാൻ പോകുന്നത് ദുൽഖറിൻ്റെ പടത്തിന് വേണ്ടിയിട്ട്. സോ അമലിൻ്റെ പടത്തിന് വേണ്ടിയിട്ടാണ്. അത് കുറച്ചുകൂടി ഒരു എന്താ പറയുക, കുറച്ചുകൂടി മെലഡിയസ് അപ്രോച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോങ് ആയിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും അത് ദുൽഖർ തന്നെ പാടിയാലേ നന്നാവുള്ളൂ എന്നൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ദുൽഖർ നമ്മളൊരിക്കലും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും വർക്ക് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗോപിച്ചേട്ടൻ്റെ കൂടെ യാത്രയൊക്കെ ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം പോയത് അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഡേ വിത്ത് സ്റ്റാറിൻ്റെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനൊക്കെയുള്ള സമയമായി തുടങ്ങി. പക്ഷേ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ചരിത്ര സംഭവത്തിൻ്റെ ആഘോഷം കൂടി നമ്മൾ സാക്ഷികളാവാൻ പോവാണ്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ എന്തായിരിക്കും എന്ന്. യെസ്, മലയാള സിനിമയെ ലോകത്തിൻ്റെ പീക്കിലെത്തിച്ച പുലിമുരുകൻ 100 crore ക്ലബിലെത്തിയതിൻ്റെ ആഘോഷം ആദ്യമായിട്ട് നമ്മൾ ഗോപിച്ചേട്ടൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യാണ്. ഗോപിച്ചേട്ടനോടൊപ്പം ഈ ഒരു മൊമെൻറ്റിൽ ലാലേട്ടനെയും ഡയറക്ടർ വൈശാഖ് സാറിനെയും എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗോപിച്ചേട്ടൻ്റെയും ഗോപിച്ചേട്ടൻ്റെ ടീമിൻ്റെയും കൂടെ ഉള്ള ആഘോഷ കാഴ്ചകളിലേക്ക് നമുക്ക് നീങ്ങാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഡേ വിത്ത് എ സ്റ്റാർ. ഇന്ന് നമ്മൾ ഗോപിച്ചേട്ടൻ്റെ കൂടെ ഈ ഒരു ദിവസം മൊത്തം അടിച്ചു പൊളിച്ചു, കുറെ ആഘോഷിച്ചു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ ശരിക്കും അഭിമാന പുരസരം ഈ ഒരു സ്റ്റുഡിയോയിൽ നിൽക്കുന്നത് മലയാള സിനിമ ലോകത്തിന്റെ ഏറ്റവും പീക്കിലെത്തിച്ച് 100 crores എത്തിച്ച നമ്മുടെ പുലിമുരുകൻ. ഇപ്പോൾ പുലിമുരുകന്റെ സംഗീത സംവിധായകന് ഒരു നമ്മുടെ എല്ലാവർക്കും വേണ്ടി ഒരു ബെസ്റ്റ് വിഷസ്. ആൻഡ് ഈ ഒരു ആഘോഷം ടു ദ ഹോൾ ടീം ഓഫ് പുലിമുരുകൻ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മൾ ഇവിടെ ഒരു ചെറിയ ആഘോഷം കൗമുദി TV പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗോപിച്ചേട്ടൻ്റെ ടീമിനെ ഇപ്പോൾ പുലിമുരുകനിൽ വർക്ക് ചെയ്ത എല്ലാവരും ഇവിടെ ഇല്ല എങ്കിലും ഇവിടെ കുറച്ചുപേരൊക്കെ ഇവിടെ ഉണ്ട്. സോ ഇത് അനൂപ് എൻ്റെ പ്രോഗ്രാമറാണ്. ആൻഡ് നിഖിൽ എൻ്റെ എൻജിനീയറാണ്, വൺ ഓഫ് ദ എൻജിനീയേഴ്സാണ്. പിന്നെ ഇവിടെ സാബു ഉണ്ട്. സാബു ഈസ് ഓൾസോ പ്രോഗ്രാമർ. പിന്നെ ഇത് സാബുവിൻ്റെ അസിസ്റ്റൻ്റാണ്. സോ ഇപ്പോൾ ഇത്ര പേരേ ഉള്ളൂ ഇവിടെ. സോ ഈ ഒരു എന്താ പറയുക, പുലിമുരുകൻ 100 കോടിയുടെ കേക്കാണ് ഇവിടെ ഇരിക്കുന്നത്. സോ ഇതൊരു എന്താ പറയുക, വളരെ റെയറായിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാര്യം 100 കോടി എന്നൊക്കെ എഴുതിയിട്ടുള്ളൊരു കേക്ക് അതിന് ജീവിതത്തിൽ എപ്പോൾ സംഭവിക്കുമെന്ന് അറിയില്ല, എങ്കിലും പുലിമുരുകനിലൂടെ സംഭവിച്ചിരിക്കുന്നു. സോ ഇനിയും ഇതുപോലുള്ള 100-200 കോടികളായിട്ട് മലയാള സിനിമ ഇൻഡസ്ട്രി വളരട്ടെ, നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സോ നിങ്ങളെല്ലാവരും അനുഭവത്തോടു കൂടി തന്നെ ഞാൻ കേക്ക് കട്ട് ചെയ്യാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. പുലിമുരുകന്റെ ഹോൾ ക്രൂന് നമ്മൾ ഈ ഒരു മധുരം ഇവിടെ വെച്ച് ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇവിടെ വൈശാഖം കൂടി വേണമായിരുന്നു ആക്ച്വലി. വൈശാഖ് സാറിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. കാര്യം ഞങ്ങളിവിടെ ഒരു ഇതേ പൊസിഷനിൽ തന്നെ നിന്നുകൊണ്ട് ഞങ്ങളൊരു ആഘോഷം ഉണ്ടായിരുന്നു, പുലിമുരുകൻ സക്സസ് പാർട്ടി എന്നുണ്ട്. അതിപ്പോൾ യൂട്യൂബിൽ എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. സോ ഇതിപ്പോൾ 100 കോടിയുടെ ഒരു പാർട്ടിയായി മാറിയത്. സോ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഇതൊരു വലിയൊരു ആഘോഷമായി മാറിക്കഴിഞ്ഞു. സോ അതിന് കൗമുദി ചാനലിനും ഈ ഒരു പ്രോഗ്രാമിനും ഒരുപാട് നന്ദി. ഈ 100 crores കേക്ക് എനിക്ക് തോന്നുന്നു
നമ്മളാണ് ആദ്യമായിട്ട് കട്ട് ചെയ്യുന്നത്. ലാലേട്ടൻ പോലും കട്ട് ചെയ്തിട്ടുണ്ടാവില്ല ഇന്നേരം. സോ ഇതൊരു ആദ്യത്തെ ആഘോഷം എന്ന രീതിയിൽ നമ്മൾ ലാലേട്ടനെ മിസ് ചെയ്യാണ്. ലാലേട്ടനെ ഡയറക്ടർ വൈശാഖ് സാറിനെ ഒക്കെ ഈ ഒരു മൊമെന്റിൽ ശരിക്കും മിസ് ചെയ്യാണ്. സോ ലാലേട്ടൻ ഷൂട്ടിലാണ്, വൈശാഖ് വേറൊരു സ്ഥലത്ത് അതിൻ്റെ പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഗൾഫിലാണ്. അതെ, അബ്രോഡൊക്കെ ഇത് റിലീസായി. അതെ, വളരെ വലിയ ആഘോഷമായിക്കൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ റെക്കോർഡും ഭേദിച്ചുകൊണ്ട് പുലിമുരുകൻ മുന്നേറുകയാണ്. സോ നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ട് എപ്പോഴും വേണം. And we are expecting more and more from you. Yeah, definitely. ഇപ്പോൾ നിറയെ പടങ്ങളുണ്ട്. സോ ഇപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ ദുൽഖർ സൽമാൻ, അമൽ നീരദിൻ്റെ പ്രോജക്റ്റ് ഉണ്ട്. സോ അങ്ങനെ നിറയുണ്ട്. ദിലീപ് ഏട്ടൻ്റെ, ജോർജ് ഏട്ടൻസ് പൂരം. നമുക്കിങ്ങനെ കാത്തിരുന്ന് കാണാൻ ഒരുപാട് സർപ്രൈസസ് ആണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതെ, എല്ലാം പണിപ്പുരയിലാണ്. എല്ലാം ഇനി നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിലെന്നും ഇഷ്ടപ്പെടുന്ന മെലഡികളുമായി ഞാൻ ഇനിയും വരുന്നതാണ്. സോ എല്ലാവരും പാട്ടുകളെല്ലാം എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ബൈ ബൈ.